സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചിത്രത്തിന്റെ പേരെന്താണ്? ഇൻ മെമ്മോറിയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതകളുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ലോർഡ് ഡഫറിൻ ആണ്. ലോർഡ് ഡഫറിൻ. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്ര? 205 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? 205 കിലോമീറ്റർ. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരിയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മഹേന്ദ്രഗിരി. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുവാൻ കാരണമാകുന്നു. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല പ്രവാഹങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളുവാനായിട്ട് കാരണമാകുന്നു. ഏതാണ്? ഗൈറുകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഗൈറുകൾ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏത്? ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നത് സിറസ് ആണ്. സിറസ്. ഓപ്ഷൻ എ, സിറസ്. അടുത്ത ചോദ്യം, കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. പ്രസ്താവന 2 പറഞ്ഞിരിക്കുന്നു, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഒന്നും കൂടി നോക്കാം. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. അതുപോലെ വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെയും 4ാം പഞ്ചവത്സര പദ്ധതിയുടെയും ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായിട്ട് വർദ്ധിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു എന്ന പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം,
FPTPയുടെ പൂർണ്ണരൂപം. FPTPയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, FPTP. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം, വ്യാപാരവും വാണിജ്യവും എന്നിവയാണ്. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വ്യാപാരവും വാണിജ്യവുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. വ്യാപാരവും വാണിജ്യവും. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 338B ആണ്. അനുച്ഛേദം 338B ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 338B. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേകാധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 131 ആണ്. അനുച്ഛേദം 131. അനുച്ഛേദം 131. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉദ്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 131. HD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? HD ദേവഗൌഡയ്ക്ക് ശേഷം ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? IK ഗുജ്റാൾ. ഓപ്ഷൻ സി, IK ഗുജ്റാൾ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. 1975 സെപ്റ്റംബർ 9. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത്? തൊഴിലാണ്. തൊഴിൽ വകുപ്പാണ്. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിൽ വകുപ്പാണ്. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? താലോലം. പദ്ധതിയുടെ പേര് താലോലം. ഏതൊക്കെയാണ്? മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് താലോലം. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് താപനില എത്രയായിരിക്കും? ഇതിന് സമാനമായ ഫാരൻഹീറ്റ് താപനില എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ ആണ്. ഡെന്നിസ് ടിറ്റോ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി കലാമിൻ. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ് സിങ്കിന്റെ അയിര്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് കായിക ഫീച്ചറാണ്. കായിക ഫീച്ചർ. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് കേരളത്തിലെ പ്രാചീന കലകൾ. പുസ്തകം രചിച്ചത് ആര്?
പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ്. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത്. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. അടുത്ത ചോദ്യം, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയുടെ കവിതയാണ് വാഴക്കുല. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആയിട്ട് ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിന്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം. APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോ. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഏതാണ്? താഴെ പറയുന്നവയിൽ ഏത്? ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് ഓടുന്നത്? ആദ്യത്തേത് ന്യൂഡൽഹി വാരണാസി. ന്യൂഡൽഹി വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 2 ആണ്. ദേശീയ ജലപാത 2. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? കർത്തവ്യങ്ങൾ ഭാഗം 4A. ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 ആണ്. അനുച്ഛേദം 19. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10. ഡിസംബർ 10. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930 ആണ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ചെമ്പ്.
നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ നദിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം കേസരി. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം കേസരി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ആനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആര്? അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ ആണ്. വൈകുണ്ഠ സ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരാണ്? ബി.ആർ. അംബേദ്കർ ആണ്. ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? മിന്നുമണിയാണ്. മിന്നുമണി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. സബ്സിഡി കുറയ്ക്കുക. ഭക്ഷ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി.ടി. ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. നിക്കോളാസ് കോപ്പർനിക്കസ്. അദീർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അദീർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേരളത്തിലേത്? ഇടമലക്കുടിയാണ്. ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏത്? കുട്ടനാടാണ്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞത് ജഹാംഗീർ ആണ്. ജഹാംഗീർ. ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്നത് ജീവകം സിയുടെ കുറവ് മൂലമാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി
മൃത സഞ്ജീവിനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏതാണ്? സങ്കരയിനം പാവലാണ് പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. അലൂമിനിയത്തിന്റെ അയിര് ഡാഷ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ്? മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.